കൗമാരക്കാരനായ ഹിറ്റ്ലർ സ്വയം ഒരു കലാകാരനാകാൻ ആഗ്രഹിക്കുന്നു. പലർക്കും അസാധാരണമായി തോന്നുന്ന വസ്തുതയാണത്. പിന്നീട് ഒരു പാട്ടുകാരനാകാൻ പരിശ്രമിച്ചു. പള്ളിയിലെ ഗായക സംഘത്തിൽ അംഗമായി. ഹിറ്റ്ലർ പള്ളിയിലെ ഗായക സംഘത്തിനൊപ്പം പതിവായി പാടാൻ പോയി. ആ ദിവസങ്ങളിൽ അമ്മ ക്ലാര മകനൊരു പുരോഹിതനാകുമെന്ന് പോലും പ്രതീക്ഷിച്ചു. ഹിറ്റ്ലർ അമ്മയോട് മാത്രം ആശയവിനിമയം നടത്തിയിരുന്ന കാലമാണത്. അച്ഛൻ അലോയ്സ് ഹിറ്റ്ലറിന്റെ കഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയിരുന്ന കാലം. ഇപ്പോൾ അതെല്ലാം അവസാനിച്ചു. അലോയ്സ് ഹിറ്റ്ലറിന്റെ മരണത്തോടെ ഹിറ്റ്ലർ പൂർണ്ണ സ്വതന്ത്രനായി. അതിനു മുമ്പും ശേഷവും ഹിറ്റ്ലറിന് ജീവിതത്തിൽ കുറച്ചെങ്കിലും അടുപ്പം അമ്മ ക്ലാരയോടായിരുന്നു. അവർക്ക് അവശേഷിക്കുന്ന ഒരേയൊരു മകനാണ് ഹിറ്റ്ലർ. അവനിൽ അവർ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചു. സ്വന്തം പിതാവിനോടും മുതിർന്ന സഹോദരങ്ങളോടും അധ്യാപകരോടും പ്രകടിപ്പിച്ച നീരസമൊന്നും ഹിറ്റ്ലർ അമ്മയോട് കാണിച്ചില്ല. ചിത്രകാരനാകാനുള്ള മകന്റെ ആഗ്രഹത്തെ അവർ മാത്രമാണ് പിന്തുണച്ചത്. അലോയ്സ് ഹിറ്റ്ലറിന്റെ മരണത്തോടെ ക്ലാരയ്ക്ക് ഹിറ്റ്ലറിന്റെ ഇഷ്ടങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയായി. അലോയ്സ് ഹിറ്റ്ലർ വീട്ടിൽ ക്ലാരയോടും മക്കളോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. എങ്കിലും അയാൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും ജീവിക്കാനുള്ള വക സമ്പാദിച്ചു വെച്ചിരുന്നു. വീടും എസ്റ്റേറ്റും ക്ലാരയുടെ നിയന്ത്രണത്തിലായി. അതിനു പുറമെ ഭർത്താവിന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷന്റെ 50% മാസം തോറും കിട്ടും. അലോയ്സ് ഹിറ്റ്ലറിന്റെ രണ്ടാം ഭാര്യയുടെ മക്കൾ അവർക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നതെങ്കിലും മുതിർന്നപ്പോൾ അവരെല്ലാം സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങി. വീട് വിട്ടുപോയ മൂത്ത പുത്രൻ അലോയ്സ് ജൂനിയർ മടങ്ങി വന്നില്ല. ഹിറ്റ്ലറിന്റെ അർദ്ധ സഹോദരിയും അലോയ്സ് ജൂനിയറിന്റെ അനിയത്തിയുമായ ഏഞ്ചല സ്വന്തമായി ജോലി കണ്ടെത്തി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ തനിക്ക് കിട്ടിയ പണത്തിൽ അധികവും ക്ലാര ഹിറ്റ്ലറിന് വേണ്ടി ചെലവഴിച്ചു. 1905 ഹിറ്റ്ലർ സ്കൂൾ വിദ്യാഭ്യാസം ഒരുവിധം പൂർത്തിയാക്കി. ഒട്ടും മികച്ച ഒരു വിജയമായിരുന്നില്ല അത്. വിയന്നയിൽ പോകണം, ഓപ്പറ കാണണം, ചിത്രങ്ങൾ വരയ്ക്കണം. ഇതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. വിയന്ന വളരെ ദൂരെയാണെന്നും നീ ആ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നുമെല്ലാം ക്ലാര പറഞ്ഞു നോക്കി. മാത്രമല്ല, ആ നഗരത്തെക്കുറിച്ച് പല കഥകൾ കേൾക്കുന്നുണ്ട്. യഹൂദരും ജിപ്സികളും പുറമേ നിന്ന് വരുന്നവരെ പറ്റിക്കുമത്രേ. പക്ഷേ പോകണമെന്ന വാശിയിൽ ഹിറ്റ്ലർ ഉറച്ചു നിന്നു. ഞാനൊരു ചെറിയ കുട്ടിയല്ല, ഇക്കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അവൻ രൂക്ഷമായി പറഞ്ഞു. ആ സമയം ക്ലാര സ്തനാർബുദത്തിന് ചികിത്സയിലായിരുന്നു. അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ അതേക്കുറിച്ച് ഹിറ്റ്ലറിനോട് സംസാരിച്ചു. അവർക്കിനി അധിക നാളുകൾ ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം അഭിനയമാണ്. എന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. സ്വതയേയുള്ള ദുർമുഖം ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലർ പറഞ്ഞു. ഡോക്ടറുടെ മുന്നറിയിപ്പുകളോ അമ്മയുടെ വിഷമങ്ങളോ ഒന്നും വകവയ്ക്കാതെ ഹിറ്റ്ലർ വിയന്നയിലേക്ക് യാത്രയായി. അവിടെ അയാൾക്ക് പരിചയക്കാരാരുമില്ല. അയാൾ ആരുടെയും സ്നേഹം സമ്പാദിക്കാൻ ശ്രമിച്ചതുമില്ല. ചിത്രകല പഠിപ്പിക്കുന്ന സ്റ്റുഡിയോകളിലും മറ്റും അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് അയാൾ ഇഷ്ടം പോലെ ജീവിച്ചു. സ്റ്റുഡിയോകളിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം കിട്ടിയെങ്കിലും ഒരിക്കലും ആകർഷകമായി ചിത്രങ്ങൾ വരച്ചു പൂർത്തിയാക്കാൻ ഹിറ്റ്ലറിന് സാധിച്ചില്ല. പരാജയം അയാളെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഒടുവിൽ സ്വന്തമായി ചിത്രങ്ങൾ വരച്ചു വിൽക്കാൻ ശ്രമിച്ചു. ചിലപ്പോഴൊക്കെ വഴിപോക്കർ ആ ചിത്രങ്ങൾ വാങ്ങി. ഈ നഗരത്തിൽ ഇഷ്ടാനുസരണം ജീവിക്കണമെങ്കിൽ പണം വേണം. നാട്ടിൽ നിന്ന് അമ്മ ഇടയ്ക്കിടെ പണം അയച്ചു കൊടുക്കും.
ദരിദ്രരായ ആളുകളെ താമസിപ്പിക്കുന്ന ഷെൽട്ടർ ഹോമിലും മറ്റും ചിലപ്പോൾ അയാൾ അഭയം തേടും. അതിനിടയിൽ വീട്ടിലെ സ്ഥിതി മോശമാകുന്നുവെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ വരും. അമ്മയുടെ ആരോഗ്യം നാൾക്ക് നാൾ വഷളാവുകയാണ്. ഹിറ്റ്ലർ വിയന്നയിലെ ജീവിതം തൽക്കാലം അവസാനിപ്പിച്ച് അമ്മയുടെ അടുത്തേക്ക് മടങ്ങി. മകനെയോർത്ത് ക്ലാര വളരെയധികം ദുഃഖിതയായിരുന്നു. താനില്ലെങ്കിൽ അവൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? അവർ പരിഭ്രമത്തോടെ ആലോചിച്ചു. തുടർന്ന് തന്റെ ഭർത്താവിന്റെ മൂത്ത മകൾ ഏഞ്ചലയെ അവർ അരികിൽ വിളിച്ചു. അവൻ നിന്റെ അർദ്ധ സഹോദരൻ മാത്രമാണ്. എങ്കിലും നീ അവനെ സ്വന്തം അനിയനെ പോലെ കരുതണം. അവന് മറ്റാരുമില്ല. അവർ നിറകണ്ണുകളോടെ അവളോട് പറഞ്ഞു. ഹിറ്റ്ലറെ സ്വന്തം അനിയനായി തന്നെ കണക്കാക്കുമെന്ന് ഏഞ്ചല ഉറപ്പു നൽകി. പിന്നീട് അധികം വൈകിയില്ല. ക്ലാര പോൾസിൽ മരണത്തിന് കീഴടങ്ങി. അമ്മയുടെ മരണം ഹിറ്റ്ലറെ ആകെ ഒന്നുലച്ചു. പെട്ടെന്ന് ശൂന്യതയിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെ. പള്ളിയിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ അവൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു നിന്നു. തിരിച്ചു വീട്ടിലെത്തിയ ശേഷം അമ്മയുടെ കിടക്കയ്ക്കരികിലിരുന്ന് വിലപിക്കുന്ന ഹിറ്റ്ലറെ ഏഞ്ചല ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹിറ്റ്ലർ അവരെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്ന് മാത്രമല്ല, വാക്കുകൾ കൊണ്ട് വല്ലാതെ മുറിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ എന്റെ അമ്മയെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അവർ നിങ്ങൾക്ക് രണ്ടാനമ്മയല്ലേ? വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകൾ. ഏഞ്ചല ഞെട്ടിത്തെരിച്ചുപോയി. അമ്മയുടെ മരണശേഷം ഹിറ്റ്ലറിനും ഇളയ സഹോദരി പൗളയ്ക്കും ഓസ്ട്രിയൻ സർക്കാരിന്റെ ഒരു ചെറിയ പെൻഷൻ കിട്ടിത്തുടങ്ങി. ഹിറ്റ്ലർ വീണ്ടും വിയന്നയിലേക്ക് മടങ്ങി. ഇത്തവണ കൂടുതൽ സ്വതന്ത്രനായി. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ വിയന്ന മനോഹരമായ ഒരു നഗരമാണ്. ബിഥോവന്റെ നഗരം, സംഗീതത്തിന്റെയും സംസ്കാരത്തിന്റെയും നഗരം. ഹിറ്റ്ലർ അവിടെ എത്തുന്ന കാലത്ത് ഫ്രാൻസ് ജോസഫ് ഒന്നാമനാണ് ഓസ്ട്രിയയുടെ ചക്രവർത്തി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഹിറ്റ്ലറുടെ പിതാവ് അലോയ്സ് ഹിറ്റ്ലർ അവിടെ ഭാഗ്യാന്വേഷിയായി എത്തുന്ന കാലത്തും സാമ്രാജ്യം ഫ്രാൻസ് ജോസഫിന്റെ അധീനതയിൽ തന്നെയായിരുന്നു. 1848 മുതൽ അദ്ദേഹം വിശാലമായ ഈ ഭൂമികയുടെ എതിരില്ലാത്ത ചക്രവർത്തിയായി വാഴുന്നു. എന്നാൽ അഴിമതിക്കാരായ മന്ത്രിമാരുടെ നിയന്ത്രണത്തിലാണ് ചക്രവർത്തി എന്നും പറയപ്പെടുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സമ്പന്നവും വൈവിധ്യപൂർണവും തന്നെയാണ്. തലസ്ഥാനമായ വിയന്നയിലാകട്ടെ ഒരിക്കൽ വന്നവർ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കില്ല. അവിടെ എല്ലാവരുമുണ്ട്, എല്ലാ ദേശക്കാരും. വിവിധ വംശജരും വിവിധ വിശ്വാസങ്ങൾ പേറുന്നവരുമായ മനുഷ്യർക്ക് ഒരുപോലെ ജീവിക്കാൻ ഇടമുള്ള നഗരം. ചക്രവർത്തിയായ ഫ്രാൻസ് ജോസഫ് എല്ലാവരെയും തന്റെ നഗരത്തിലേക്ക് സ്വീകരിച്ചു. യഹൂദർക്ക് തുല്യ അവകാശം നൽകി. മതം നോക്കിയല്ല തന്റെ സാമ്രാജ്യത്തിൽ പൗരാവകാശങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ നയം ഓസ്ട്രിയ ഹംഗറിയിലെ ജർമ്മൻ ദേശീയവാദികൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഫ്രാൻസ് ജോസഫിന്റെ ഭരണകാലം ഓസ്ട്രിയ ഹംഗറിയിൽ നിരവധി ആഭ്യന്തര കലാപങ്ങളുടെ കാലം കൂടിയായിരുന്നു. ഓസ്ട്രിയയുടെ ചക്രവർത്തിയും ഹംഗറിയുടെ രാജാവും എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. വിശാലമായ ആ സാമ്രാജ്യത്തിൽ വേറെയും നിരവധി വംശജരും അവരുടെ ഭരണ സംവിധാനങ്ങളുമുണ്ട്. എങ്കിലും ജർമ്മൻകാർക്കും അവരുടെ ഭാഷയ്ക്കുമാണ് മേധാവിത്വം. ജർമ്മൻ വംശജരുടെ മേധാവിത്വത്തോട് എതിർപ്പുള്ള ചില പ്രവിശ്യകളും അവിടെയുണ്ട്. പക്ഷെ അവയെല്ലാം ന്യൂനപക്ഷമാണ്. ഓസ്ട്രിയ ഹംഗറിയുടെ തലസ്ഥാനമായ വിയന്നയാകട്ടെ ഈ വിശാലമായ സാമ്രാജ്യത്തിന്റെ
എല്ലാ പ്രാതിനിധ്യവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശവും. ഹിറ്റ്ലർ വിയന്നയിലെത്തിയ കാലത്ത് ഓസ്ട്രോ ഹംഗറിയിലെ ജനസംഖ്യയിൽ 24% ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അവിടെ സ്വന്തമായി ഭൂമിയുള്ളവരിൽ അധികവും ജർമ്മൻ വംശജർ തന്നെ. എങ്കിലും അവർക്കിടയിൽ ചിലർ മറ്റുള്ളവരെ അതൃപ്തിയോടെ കാണുന്നു. അവരിൽ തന്നെ പൂർണ്ണമായ ജർമ്മൻ പക്ഷപാതിത്വമുള്ളവരും ഓസ്ട്രിയയിലെ ജർമ്മൻ വംശജരെ ഒരുമിച്ച് നിർത്തുകയാണ് വേണ്ടതെന്ന അഭിപ്രായക്കാരുമുണ്ട്. തലസ്ഥാനമായ വിയന്നയിൽ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ വലിയ ചർച്ചയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഹിറ്റ്ലർ വന്നിറങ്ങിയത്. അമ്മയുടെ മരണത്തോടെ അയാളുടെ സാമ്പത്തിക സ്ഥിതി മോശമായി. തൊഴിൽ രഹിതനും സംരക്ഷിക്കാൻ ഉറ്റവരില്ലാത്തവനുമായ ആ 18-കാരന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ചില്ലറ വരുമാനം മാത്രമാണ് ആകെയുള്ള പ്രതീക്ഷ. നാട്ടിലാണെങ്കിൽ താമസിക്കാൻ വീടും അത്യാവശ്യം സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അനിയത്തിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. അതിനൊന്നും തയ്യാറല്ലാത്തതിനാലാണ് നേരെ വിയന്നയിലേക്ക് വണ്ടി കയറിയത്. കയ്യിലുള്ള ഏതാനും നാണയത്തൊട്ടുകളുമായി ഒരു താമസ സ്ഥലം തേടി ഹിറ്റ്ലർ വിയന്നയുടെ തെരുവുകളിലൂടെ അലഞ്ഞു. വിയന്നയുടെ തെരുവുകൾ രാത്രിയിൽ പോലും വിജനമാകാറില്ല. അവിടെ അലസമായി ജീവിതം തള്ളി നീക്കാൻ എളുപ്പമാണ്. സത്രങ്ങൾ, തെരുവുകൾ, ദരിദ്രർക്കായുള്ള ഭക്ഷണശാലകൾ, എല്ലായിടത്തും അയാളെ കാണാം. കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ. ഇടയ്ക്കെല്ലാം അയാൾ ചുറ്റുമുള്ളവരോട് പറയും, ഞാൻ കുറച്ചു ദിവസം ഇങ്ങനെ കഴിയുന്നുവെന്നേ ഉള്ളൂ. എനിക്ക് കിട്ടാനുള്ള കുടുംബസ്വത്ത് കിട്ടുന്നതുവരെ മാത്രം. അതിനിടയിലാണ് ഓഗസ്റ്റ് കുബിസെക് അവിടെ എത്തിയത്. ഹിറ്റ്ലറുടെ സ്വന്തം നാട്ടുകാരനായ ഒരു പഴയ പരിചയക്കാരൻ. കുബിസെക് കൂടി വന്നതോടെ അവരിരുവരും ചേർന്ന് താമസിക്കാൻ ഒരു ചെറിയ മുറി കണ്ടെത്തി. ഹിറ്റ്ലർ നാട്ടിലെ പോലെ ഇവിടെയും തികച്ചും അലസമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. മറ്റുള്ളവരുടെ വർത്തമാനം കേട്ട് വെറുതെയിരിക്കും. പകലെല്ലാം കിടന്നുറങ്ങും. രാത്രിയിൽ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കും. വിയന്നയിലെത്തി അധികം വൈകാതെ ഫൈൻ ആർട്സ് അക്കാദമിയിൽ പ്രവേശനത്തിന് വേണ്ടിയുള്ള പരീക്ഷയിൽ ഹിറ്റ്ലർ പങ്കെടുത്തു നോക്കി. പക്ഷേ അയാളുടെ വരകൾ പരീക്ഷകർക്ക് ഒട്ടും ആകർഷകമായി തോന്നിയില്ല. അതോടെ പ്രവേശനം നിരസിക്കപ്പെട്ടു. വീണ്ടും പഴയതുപോലെ തന്നെ ദിവസങ്ങൾ കടന്നുപോയി. ഒപ്പമുള്ള പരിചയക്കാരെല്ലാം എന്തെങ്കിലും ചെറിയ ജോലികൾ കണ്ടെത്തിയിരുന്നു. പക്ഷെ ഹിറ്റ്ലർ ഒരിക്കലും അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചില്ല. താൻ അതിനേക്കാളെല്ലാം ഉയർന്നയാളാണ് എന്ന രീതിയിലാണ് ആ യുവാവിന്റെ പെരുമാറ്റം. തെരുവിൽ ചെറിയ കോർണർ മീറ്റിംഗുകളും മറ്റും നടക്കുന്ന സ്ഥലത്തെല്ലാം ഹിറ്റ്ലർ പോകാറുണ്ട്. കുറച്ചുനേരം കേട്ടുനിന്നു കഴിഞ്ഞാൽ പിന്നീട് ഒട്ടും മടിക്കാതെ ഹിറ്റ്ലറും ചർച്ചയിൽ പങ്കെടുക്കും. നഗരപരിഷ്കരണം മുതൽ സാമൂഹ്യ പരിഷ്കരണം വരെ ഏത് വിഷയത്തെക്കുറിച്ചായാലും വായിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ വലിയ ഗൗരവത്തിൽ വിളിച്ചു പറയാൻ അയാൾക്കൊരു മടിയുമില്ല. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിയുന്നതെങ്കിലും വേഷത്തിലും മറ്റും വലിയ ശ്രദ്ധയാണ്. പകൽ നേരങ്ങളിൽ ഒരു കലാകാരനെ പോലെ, രാത്രി ഓപ്പറയും മറ്റും കാണാൻ പോകുമ്പോൾ ഒരു മാന്യ വ്യക്തിയെ പോലെ. 1908 ഒക്ടോബറിൽ ഹിറ്റ്ലർ ഒരിക്കൽ കൂടി ഫൈൻ ആർട്സ് അക്കാദമിയിൽ അഡ്മിഷനു വേണ്ടി ശ്രമിച്ചു. ഇത്തവണ പരീക്ഷണാർത്ഥം കൊടുത്ത ഡ്രോയിങ്ങുകൾ പകർത്തിയതുപോലും അവർക്ക് സ്വീകാര്യമായില്ല.
അതുകൊണ്ട് പരീക്ഷ എഴുതാൻ അനുമതിയും ലഭിച്ചില്ല. മറ്റെന്തെങ്കിലും വിഷയം പഠിക്കാൻ ശ്രമിക്കൂ എന്ന് ഉപദേശിച്ചുകൊണ്ട് അവർ ഹിറ്റ്ലറെ അവിടെ നിന്ന് പുറത്താക്കി. അത് അയാൾക്കൊരു കൈപ്പേറിയ അനുഭവമായിരുന്നു. താനൊരു മികച്ച ചിത്രകാരനാണെന്നാണ് ഹിറ്റ്ലറിന്റെ ധാരണ. വിയന്നയിലെ കലാകാരന്മാരുടെ സമൂഹം തന്നെ വഞ്ചിച്ചതായി ഹിറ്റ്ലറിന് തോന്നി. അതേസമയം ഒപ്പം താമസിക്കുന്ന കുബിസെക്കിന് വിയന്നയിലെ സംഗീത വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. ഇതോടെ ഹിറ്റ്ലറിന് കുബിസെക്കിനോട് ശത്രുതയായി. അയാളെ കാണാതെ കഴിയാനായി പിന്നീടുള്ള ശ്രമം. ആയിടയ്ക്കാണ് നാട്ടിലെ മറ്റു യുവാക്കളെ പോലെ കുബിസെക്കും പട്ടാളത്തിൽ ചേരാനുള്ള അപേക്ഷ സമർപ്പിച്ചത്. തുടർന്ന് പട്ടാളത്തിലെ ട്രെയിനിങ്ങിനു വേണ്ടി 2 മാസം നഗരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായും വന്നു. ട്രെയിനിങ് കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നപ്പോഴേക്കും ഹിറ്റ്ലർ ആ മുറി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിരുന്നു. പോകുന്നതിന് മുൻപ് ഹിറ്റ്ലർ ഒരു കുറിപ്പ് പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് താമസം മാറിയ ശേഷം ഹിറ്റ്ലർ പിന്നീട് ഒരു പതിവ് താവളം കണ്ടെത്തിയില്ല. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കും അവിടെയുള്ള ഇടത്താവളങ്ങളിലേക്കും മാറി മാറിയുള്ള ജീവിതം. അപ്പോഴും ഹിറ്റ്ലർ ജോലിയൊന്നും കണ്ടെത്താൻ തയ്യാറായതുമില്ല. ദാരിദ്ര്യം അയാളുടെ മേൽ പിടിമുറുക്കി. മോഡിയുടെ ഉടുപ്പുകൾ അണിഞ്ഞു നടന്നിരുന്ന പഴയ ഹിറ്റ്ലർ അല്ല ഇപ്പോൾ. ഉടുപ്പുകൾ പഴകി പിഞ്ഞി. കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ വിറ്റ് ചെലവിനുള്ള പണം കണ്ടെത്തേണ്ടി വന്നു. കൊടും മഞ്ഞുകാലത്ത് ഒരു കോട്ട് പോലുമില്ലാതെ തെരുവിൽ തണുത്തു വിറച്ച് കഴിയേണ്ട അവസ്ഥ. വീണ്ടും ഹിറ്റ്ലർ ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു അഭയകേന്ദ്രത്തിലേക്ക് താമസം മാറ്റി. അതിനടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സൗജന്യ ഭക്ഷണശാലയുണ്ട്. ഹിറ്റ്ലർ അവിടെ പോയി എന്തെങ്കിലും കഴിക്കും. ദാരിദ്ര്യത്തിന്റെ അലട്ടൽ താങ്ങാൻ കഴിയാതായതോടെ ചെറിയ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ അയാൾ കണ്ടെത്തി. വിയന്നയുടെ ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്റ് കാർഡുകൾ കുറെ സംഘടിപ്പിച്ചു. അത് നോക്കി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. വഴിപോക്കരിൽ ചിലർ ഈ ചിത്രങ്ങൾ വാങ്ങി. താമസ സ്ഥലത്തെ ചില പരിചയക്കാരും ചിത്രങ്ങൾ വിൽക്കാൻ അയാളെ സഹായിച്ചു. വിയന്നയിൽ യഹൂദരോടുള്ള വിരോധം ശക്തമായിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. വിയന്നയിലെ മേയർ കാൾ ലുഗാർ ഒരു കടുത്ത ജൂത വിരോധിയാണ്. ജർമ്മൻകാർക്കിടയിലെ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനുമെല്ലാം കാരണം യഹൂദരാണെന്ന് അയാൾ നാടുനീളെ പ്രസംഗിച്ചു നടക്കുന്നുണ്ട്. ഹിറ്റ്ലറിന് അയാളോട് വലിയ ആരാധനയാണ്. തനിക്ക് ചുറ്റുമുള്ള ദരിദ്രരും നിസ്സഹായരുമായ ആളുകളോട് ഹിറ്റ്ലർ കാൾ ലുഗാർ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞു. നമ്മുടെ എല്ലാ കഷ്ടതകൾക്കും കാരണം അവരാണ്, യഹൂദർ.